കനത്ത മഴയെ തുടർന്ന് കോതമംഗലത്തെ വിവിധ പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീതിയിലായി. തൃക്കാരിയൂരിലുൾപ്പെടെ റോഡ് തോടായി മാറിയിരുന്നു. മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയർന്നതും കോതമംഗലത്ത് പ്രതിഫലിച്ചു. എറണാകുളം ജില്ലയിലുൾപ്പെടെ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. 2 ദിവസമായി പെയ്ത മഴയാണ് കോതമംഗലത്തെ തോടുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയരാൻ കാരണമായത്. മഴ ശക്തമായി തുടർന്നാൽ പ്രളയമുണ്ടാകുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. പെരിയാറിലും കോതമംഗലം പുഴയിലും കുരൂർ തോടിലുമെല്ലാം ജലനിരപ്പ് ഉയർന്ന നിലയിലാണ്. മൂവാറ്റുപുഴയാറിലെ ഉയർന്ന ജലനിരപ്പിന്റെ പ്രതിഫലനം വിവിധ സ്ഥലങ്ങളിലുണ്ടായി. വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. തങ്കളം ജവഹർ നഗറിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ആളുകളെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കും. ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. പൂയംകുട്ടി മണികണ്ഠൻചാലിലെ ഏതാനും വീടുകളിൽ ബുധനാഴ്ച രാത്രി വെള്ളം കയറിയിരുന്നു. മഴ കുറഞ്ഞതോടെയാണ് വെള്ളമിറങ്ങിയത്. ബുധനാഴ്ച രാത്രിയോടെ തൃക്കാരിയൂർ തോട് കരകവിഞ്ഞൊഴുകി. റോഡുകളും തോടായി മാറി. വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുൻകരുതലെടുത്തിരുന്നു. എല്ലാ മഴക്കാലത്തും ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത്. കുത്തുകുഴി അടിവാട് റോഡിലെ കുടമുണ്ട പാലവും പതിവ് പോലെ വെള്ളത്തിലായി. ഇതുവഴിയുള്ള വാഹന ഗതാഗതവും തടസ്സപ്പെട്ടിരുന്നു. പുഴകളുടെയും തോടുകളുടെയും തീരങ്ങളിലെ നിരവധി കൃഷിയിടങ്ങൾ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. ഇതുവഴി കാർഷിക മേഖലയ്ക്ക് വൻ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. GTV ന്യൂസ്, കോതമംഗലം.